വായി കൈയിട്ടാ കടിക്കില്ല, അത്ര നല്ല ആളാ. എടേ, വായി കൈയിട്ടാ കടിക്കാത്ത ആള് നല്ല ആളാ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ആർക്കെങ്കിലും ധൈര്യമുണ്ടെ കൊണ്ടുവന്ന് എന്റെ വായി കൈയിടും, ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യാറ്. സ്വാമി, നിങ്ങൾ കടിക്കാൻ പാട്ടോ, നിങ്ങളൊരു സന്യാസിയല്ലേ? ഞാനൊരു സന്യാസിയാ. പക്ഷെ ഇവിടെ നിങ്ങളെ ആരെ ഉപദ്രവിക്കാതെ നിൽക്കണ എന്റെ വായിൽ നിങ്ങൾ വന്ന് കൈയിടണോ? ഇത് ഞാൻ കടിക്കും. ഇത് പറഞ്ഞതിന്റെ താല്പര്യം ഒന്നിനും കൊള്ളാത്തൊരു ജനവിഭാഗമായി നമ്മെ തീർത്തു. അങ്ങനെ ഒന്നിനും കൊള്ളാത്ത ജനങ്ങളായി നമ്മൾ ജീവിച്ച ഈ ഹിന്ദുക്കൾ നല്ല കൂട്ടരാ കേട്ടോ. ഹിന്ദുക്കള് നല്ല കൂട്ടരാ, വളരെ നല്ലതാ. പക്ഷെ ഹിന്ദുത്വം എന്നൊക്കെ പറഞ്ഞാൽ വളരെ അപകട, അത് അപകടകാരികളാ. ഹിന്ദുവിന്റെ ഭാവമാണ് ഹിന്ദുത്വം. ഭാവാർത്ഥത്തിലാണ് ത്വം പ്രത്യയവും തല് പ്രത്യയവും വരിക. തല് പ്രത്യയം വന്നാൽ സ്ത്രീലിംഗായിട്ട് താന്ന് വരും, ത്വം പ്രത്യയം വന്നാൽ നപുംസകായിട്ട് ത്വന്ന് വരും. ഒരു മാറ്റവും ഇല്ല. ഹിന്ദുവിന്റെ ഭാവമാണ് ഹിന്ദുത്വം. പക്ഷെ ഇങ്ങനെയുള്ള പലതും പറഞ്ഞ് സ്വന്തം ശാസ്ത്രബോധം ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെയുള്ള നെഗറ്റീവുകളെ മുഴുവൻ വിശ്വസിച്ച് സ്വന്തം സ്വത്വത്തെ മറന്നൊരവസ്ഥയിലേക്ക് നമ്മൾ ആണ്ടുപോയി. അതുകൊണ്ട് പ്രശ്ന പരമ്പരകൾ, പ്രശ്നങ്ങളെ കുറിച്ച് പറയാൻ പോകുന്നില്ല. ഇവിടെ നമ്മുടെ സമൂഹം മയക്കുമരുന്നുകളിൽ അമർന്നു പോകുന്നതോ, അല്ലെങ്കിൽ കുടുംബ ഛിദ്രതകളോ, അല്ലെങ്കിൽ പ്രേമം എന്ന കൊരുക്കിൽപ്പെട്ട് മതം മാറ്റത്തിന് വിധേയരാക്കപ്പെടുന്നതോ, അല്ലെങ്കിൽ അജ്ഞാനം ചൂഷണം ചെയ്യപ്പെട്ട് മതപരിവർത്തനത്തിന് വിധേയമാക്കപ്പെടുന്നത് ഒന്നും പറയാൻ പോകുന്നില്ല. കാരണം പ്രശ്നങ്ങളെ കുറിച്ച് വാതോരാതെ പറഞ്ഞതുകൊണ്ട് പ്രയോജനമില്ല. പരിഹാരം എന്ത്? പരിഹാരം ഒന്നാണ്. നമ്മുടെ ശാസ്ത്രങ്ങളിലേക്കും ആചാരങ്ങളിലേക്കും മടങ്ങുക.